എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റോസ് ചെടീനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ച് വയ്ക്കുന്ന റോസ് ആദ്യത്തെ തവണ പൂവൊക്കെ ഇട്ടിട്ട് നശിച്ച് പോവാമെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന റോസ് എങ്ങനെയൊക്കെയാണ് പോട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളതിൽ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന റോസ് ചെടികളൊന്നും പരാജയമായി പോവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ യൂസ്ഫുള്ളായിരിക്കും. ഞാൻ എൻ്റെ റോസ് ചെടികളൊക്കെ ഇങ്ങനെ തന്നെയാണ് പോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. ഞാനിവിടെ 2 റോസ് മേടിച്ചിട്ടുണ്ട് നഴ്സറിയിൽ നിന്ന്. ഇത് ബഡ് റോസാണ് കേട്ടോ. നല്ല യെല്ലോ കളറ് വരുന്ന ഒരു ഫ്ലവറാണ് ആദ്യത്തെ റോസിൻ്റെ. ഇതാണ് അതിൻ്റെ പ്ലാന്റ് വരുന്നത്. ഞാനിവിടെ 2 പ്ലാന്റാണ് നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഇതൊരു യെല്ലോ ഫ്ലവറാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് ഇതിൻ്റെ. അതിൻ്റെ തുമ്പത്ത് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പീച്ച് കളറ് ഫ്ലവർ വരുന്ന ഒരു ചെടിയും കൂടിയും ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഇതേപോലുള്ള കവറിൽ നല്ല കട്ടിയായിട്ടുള്ള മണ്ണായിട്ടായിരിക്കും വരിക. ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ തവണ പൂവിട്ടിട്ട് പിന്നെ അതിൽ പൂവൊന്നും പിടിക്കാണ്ട് ചെടികൾ നശിച്ച് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അതിന് വേറെ ഒരു പണിയില്ല. നമ്മളൊരു ബക്കറ്റിലേക്ക് ഒരു വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ചെടി കുറച്ച് നേരം തന്നെ മുക്കി വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ മണ്ണുകളൊക്കെ വേരിന് ഒരു കുഴപ്പവും വരാതെ ഇങ്ങനെ അലിഞ്ഞ് വെള്ളത്തിനോട് ചേർന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേരൊന്നും പൊട്ടാതെ നമുക്ക് ഈ ചെടീനെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് പോട്ടായി എടുക്കണമെന്ന് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളിൽ ഈർപ്പം കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ കുറച്ച് എല്ലിപ്പൊടിയും പിന്നെ കാണുന്നത് നമ്മുടെ ചാണകപ്പൊടിയാണ് കേട്ടോ, ഉണക്ക ചാണകപ്പൊടി. ഞാനിത് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ചാണകപ്പൊടിയാണ്. നമുക്ക് ഡയറക്റ്റ് നല്ലത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ മണൽ കൂടി ചേർന്ന മണ്ണാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ 2 സാധനങ്ങൾ കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചെടികളിലൊക്കെ ചേർക്കാറുണ്ട് പോട്ട് ചെയ്യുമ്പോൾ. അതെന്താണെന്ന് നോക്കാം. ഞാൻ പിന്നെ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ സാഫാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം നമ്മുടെ ചെടികളിൽ ഫംഗസ് രോഗം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ നമ്മൾ മണ്ണൊക്കെ കളഞ്ഞിട്ട് നടന്ന കാര്യം വേരൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുട്ടത്തോട് ഉണക്കി പൊടിച്ചതിൻ്റെ കുറച്ച് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെടികളുടെ കാൽസ്യം കിട്ടാനൊക്കെ വളരെ നല്ലതാണ്, വളർച്ചയ്ക്കൊക്കെ. ഇത് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് പോട്ടിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഇതേപോലുള്ള ഒരു പഴയ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നിറയെ ഹോൾ ഉണ്ടായിരുന്നു കേട്ടോ. വേറൊരു ചെടി വെച്ചിരുന്ന ചട്ടിയാണ്. അപ്പം ഞാൻ ഈ ഹോളൊക്കെ മറയ്ക്കാനായിട്ട് കുറച്ച് ഓടും കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കുറേ ഹോളാകുമ്പോൾ നമ്മുടെ പോട്ടിങ് നിറയ്ക്കുമ്പോൾ അതേ കൂടെ മണ്ണ് ഒലിച്ച് പോകാൻ സാധ്യതയുണ്ട് നനച്ച് കൊടുക്കുമ്പോൾ. അപ്പം ഞാനൊരു 3 ഓട് വെച്ചിട്ട് ഒന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട് ഹോളുകളൊക്കെ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടിങ് മിക്സ് കുറച്ചീശെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന അതേ മണ്ണോട് കൂടി നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് അധികം ഗ്രോത്തൊന്നും ഉണ്ടാവില്ല. കാരണം നല്ല കട്ട പിടിച്ചിട്ടുള്ള മണ്ണും നമ്മുടെ ചെടികളിലൊന്നും വേരുകൾക്കൊന്നും എയർ കിട്ടാണ്ട് നശിച്ച് പോവുക ചെയ്യുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ മൊത്തം ആ മണ്ണൊക്കെ പോയി വേരുകളൊക്കെ ഫ്രീ ആയിട്ടുണ്ട്. ഒരു വേര് പോലും പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ കുറച്ച് മണ്ണിട്ടതിന് ശേഷം നമ്മുടെ പോട്ടിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് ബാക്കിയുള്ള മണ്ണും കൂടി ഇതിലിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. നമ്മളെപ്പോഴും ബഡ് റോസ് വെക്കുമ്പോൾ ആ ബഡ് ചെയ്ത ഭാഗത്തിനോട് താഴെയായിട്ട് വേണം കേട്ടോ മണ്ണിട്ട് കൊടുക്കാൻ. അതിൻ്റെ മുകളിലേക്ക് കയറ്റി കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയയുടെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെടികളൊക്കെ നശിച്ച് പോവും. അപ്പോൾ നമ്മൾ ആ ബഡ് ചെയ്ത ഭാഗം വരെ മണ്ണിൽ തട്ടാത്ത വിധത്തിൽ പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ചെടിയും ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത്. ഈ ചട്ടിക്ക് അധികം ഹോൾസ് ഇല്ലാത്ത കാരണം വലിയൊരു ഹോളിൻ്റെ മുകളിൽ നമ്മൾ ഒരു കല്ലും കട്ട വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ചെളിയൊക്കെ കളഞ്ഞ ചെടി നമ്മൾ അതേപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരാണ്, ഒന്നും പൊട്ടിയിട്ടും ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിന് ചുറ്റിനെ നമ്മൾ മണ്ണിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെ നമ്മുടെ നഴ്സറി റോസ് ഒരിക്കലും പരാജയമായി പോവില്ല കേട്ടോ.
അപ്പോൾ എല്ലായിടത്തും ഈ സമയത്ത് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ റോസ് ചെടികൾക്കും അങ്ങനത്തെ ചെടികൾക്കും ഒന്നും ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം അതിൽ നിന്ന് ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വന്നിട്ട് ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ രാസവളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ NPK പോലുള്ള രാസവളങ്ങൾ നമ്മുടെ ചെടികൾക്ക് മാസത്തിൽ 2 തവണയൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് നമ്മൾ പോട്ട് ചെയ്തതിന് ശേഷം ചെടിക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊരു 2 ആഴ്ച തണലത്തേക്ക് മാറ്റി വയ്ക്കണം. കാരണം നമ്മൾ വേര് ഫുൾ ഫ്രീ ആയിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ടാണ് നട്ടിട്ടുള്ളത്. ചിലപ്പോൾ ചെടിക്ക് ചെറിയ ഒരു വാട്ടം വരാൻ സാധ്യതയുണ്ടെങ്കിലും ചെടി ഒരിക്കലും നശിച്ചു പോവില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ വളർന്നു വരുന്നതായിരിക്കും. അപ്പോൾ നല്ല 2 ആഴ്ച നമ്മൾ ഷെയ്ഡിലൊക്കെ വെച്ച് അതിന് ശേഷം നമുക്ക് നല്ലൊരു വെളിച്ചമുള്ള ഭാഗത്തേക്ക് എടുത്ത് വയ്ക്കാം. ചെടി നല്ല ഇതേപോലെ ഹെൽത്തി ആയിട്ട് വരും. ഇതൊക്കെ ഞാൻ മുന്നേ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പോഴും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സ്, നല്ല കളറുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവാറ്. അപ്പോൾ നഴ്സറിയിൽ നിന്ന് ചെടികൾ മേടിച്ച് വെക്കുന്നവർ ഇങ്ങനെയൊന്ന് പോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നല്ല പരിചരണം വേണ്ട ഒരു ചെടി കൂടിയാണ് കേട്ടോ നമ്മുടെ റോസ് പ്ലാന്റ്സ്. മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെടികളെ കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം വീണ്ടും കാണാം.